ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഈ മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ, അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു നെല്ലിക്കയുടെ അച്ചാർ നോക്കാം. പെട്ടെന്ന് കേടുവരാത്ത രീതിയിൽ എങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് നെല്ലിക്ക ഒന്ന് വറുത്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉലുവയും കായവും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. കാരണം ഇത് പൊടിയായിട്ട് കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് മിക്കപ്പോഴും നല്ല. ഉലുവപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകുന്ന കണ്ടിട്ടുണ്ട്. നല്ല ചെറിയ പാക്കറ്റുകൾ മാത്രം വാങ്ങുക. നമുക്ക് സ്ഥിരം അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഉലുവ പൊടിയായിട്ട് വാങ്ങുക. അല്ലെങ്കിൽ ഇതാണ് എപ്പോഴും നല്ലത്. നല്ല പൊട്ടുന്ന മണം വരുന്ന ഒരവസ്ഥയിൽ മാറ്റിയ ശേഷം പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് നെല്ലിക്ക ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ജലാംശം ഒന്നും ഇല്ലാത്ത രീതിയിൽ എടുത്താലാണ് നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. ഇതൊന്ന് ആവി കയറ്റി എടുത്തതാണ്. ആവി കയറ്റിയിട്ട് നമ്മളത് നല്ല രീതിയിൽ വെള്ളം വറ്റിയ ശേഷം വേണം എടുക്കാനായിട്ട്. നല്ലെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ദീർഘകാലം സൂക്ഷിച്ച് വെക്കാനുള്ള അച്ചാറുകളെല്ലാം നല്ലെണ്ണയിലാണ് നമ്മൾ തയ്യാർ ചെയ്യുന്നത്. നല്ല രീതിയിൽ തീ കുറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കേടില്ലാത്ത നെല്ലിക്ക നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെല്ലിക്ക ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1/2 കിലോയേ ഉള്ളൂ. കൂടിയ അളവിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വറുത്ത ശേഷം എടുക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കാനുള്ളതാണല്ലോ. ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവ, കായംപൊടി. ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത ശേഷം കുപ്പിയിലോട്ട് മാറ്റുക. അതിന് ശേഷം മുകളിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയോ അല്ലെങ്കിൽ വാഴയിലയിലോ തുണിയിലോ നല്ലെണ്ണ പുരട്ടിയ ശേഷം കുപ്പിയുടെ അകത്ത് മുകളിലായിട്ട് ഇട്ട് വെക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പിക്കിളാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.